എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഇന്ത്യസ് വൈൻഡിങ് റോഡ് ടു എൻഡ് ട്യൂബർകുലോസിസ്. ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസാണ്. ഇത് ട്യൂബർകുലോസിസ് എന്താണ്, അതുപോലെ ബേസിക്കലി ഇപ്പോൾ ട്യൂബർകുലോസിസ് ബേസിലൊരു റിപ്പോർട്ട് വന്നായിരുന്നു 2024 റിപ്പോർട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളും കൂടിയാണ്. എങ്ങനെയാണ് നമ്മളിതിനെ ടാക്കിൾ ചെയ്യുന്നത്, എത്രത്തോളം റെലവൻ്റ് ആണ് ഇന്ത്യയുടെ ഇതുപോലത്തെ ആക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവേർഡ് ആവും. പിന്നെ എ ഗ്രേ ബർത്ത്ഡേ ഫോർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് GS2 പൊളിറ്റിയിലെ എലക്ഷൻസ് റീസെൻ്റായിട്ട് കുറച്ച് സ്കാമുകളും കാര്യങ്ങളും നടന്നു, അല്ലെങ്കിൽ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ കുറച്ച് സ്കാം നടന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്രാൻസ് ഇൻഫ്ലുവൻസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക ഓവർ. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് UPSCയിൽ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഓവറോൾ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെ കുറിച്ച് ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയോ കോളനിയലിസം അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റെലവൻറ്റ്. ഈ ഒരു ഫ്രാൻസിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ കൊളോണിയൽ പവേഴ്സിൻ്റെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇൻ ആഫ്രിക്ക അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇസ് ഇന്ത്യാസ് വൈൻഡിങ് റോഡ് ടു എൻഡ് tuberculosis. Tuberculosis remains a significant public health issue in India, which continues to account about 26% of global TB burden. As per the WHO's Global Tuberculosis Report 2024, അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പൈറ്റ് റോബസ്റ്റ് പോളിസി ഫ്രെയിംവർക്സ് ലൈക്ക് ദ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, സിസ്റ്റമാറ്റിക് ചലഞ്ചസ് ഹാവ് ഹിൻഡേർഡ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഇന്ത്യസ് അംബിഷ്യസ് ടാർഗറ്റ് ടു എൻഡ് ട്യൂബർകുലോസിസ് ബൈ 2025. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഗോൾ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ടാർഗറ്റൊക്കെ വെച്ചിരുന്നത്. പക്ഷേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ട്യൂബർകുലോസിസ് എന്താണ്? ട്യൂബർകുലോസിസ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് വിച്ച് ക്യാൻ എഫക്ട് നിയർലി എവനി ഓർഗൻ ഇൻ ദ ബോഡി വിത്ത് ദ മോസ്റ്റ് കോമൺ സൈറ്റിംഗ് ബീങ് ലങ്സ്, പ്ലുനറ അതായത് ദ ലൈനിങ് അറൗണ്ട് ദ ലങ്സ്, പിന്നെ ലിംഫ് നോഡ്സ്, പിന്നെ ഇൻറ്റസ്റ്റൈൻ, സ്പൈൻ, അതുപോലെ തന്നെ ബ്രെയിനിലൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഇതൊരു എയർബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷനാണ്, സ്പ്രെഡിങ് ത്രൂ ക്ലോസ് കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ട്രാൻസ്മിഷൻ ഈസ് പെർട്ടിക്കുലർലി കോമൺ ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് വിത്ത് പുവർ വെന്റിലേഷൻ. ഓക്കെ, ഏർബനും അതുപോലെ തന്നെ ലോ ഇൻകം സെറ്റിങ്സിലും ഒക്കെ ഹൈ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ട്യൂബർകുലോസിസ്. ഓക്കെ, ഗ്ലോബൽ പ്രവലൻസ് ഓഫ് ട്യൂബർകുലോസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിഡെമോളജി ആനുവൽ കേസസ് ഏകദേശം 10 മില്യൺ പീപ്പിൾ ഫോൾ ഇൽ വിത്ത് ട്യൂബർകുലോസിസ് എവറി ഇയർ. ആനുവൽ ഡെത്ത് എന്ന് പറയുന്നത് വേൾഡ്സ് ടോപ്പ് ഇൻഫെഷ്യസ് കില്ലറാണ്, ക്ലെയിമിങ് അപ്രോക്സിമേറ്റ്ലി 1.5 മില്യൺ ലൈഫ്സ് ആനുവലി ഡിസ്പൈറ്റ് ബീങ് പ്രിവെൻറ്റബിൾ ആൻഡ് ക്യൂറബിൾ. വൾണറബിൾ ഇത് പ്രിവെൻറ്റബിൾ ആൻഡ് ക്യൂറബിൾ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. വൾണറബിൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ട്യൂബർകുലോസിസ് ഈസ് leading cause of death among people living with HIV. Okay, it is also a major contributor to antimicrobial resistance, complicating treatment efforts. പിന്നെ ജിയോഗ്രഫിക്കൽ ബേർഡൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ് കൂടുതലും ഈ ഒരു ഡിസീസ് കണ്ടുവരുന്നത്. അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ഗ്ലോബൽ TB കേസസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ 8 countries: ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, നൈജീരിയ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, സൗത്ത് ആഫ്രിക്ക. India alone bears the highest TB burden, contributing significantly to the global case count. Okay, key challenges and issues നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇസ് വൾണറബിൾ ഗ്രൂപ്പ്സ്. ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് മൈഗ്രൻ്റ് വർക്കേഴ്സ് ഫേസ് പുവർ ആക്സസ് ടു ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അവർ റിസ്കിലാണ്. പീപ്പിൾ വിത്ത് സിലിക്കോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് കോമോർബിഡിറ്റീസ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ട്യൂബർകുലോസിസ്. പിന്നെ പീഡിയാട്രിക് കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ചിൽഡ്രൻ റിമെയിൻ അൺഡയഗ്നൈസ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അവെയർനെസ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഡ്രഗ് റെസിസ്റ്റൻ്റ് കേസിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആൻഡ് എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB റിക്വയർ അഡ്വാൻസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് വിച്ച് റിമെയിൻ ഇന്നാക്സസിബിൾ ടു മെനി.
ഹെൽത്ത് സിസ്റ്റത്തിലെ ഗ്യാപ്പും ഒരു പ്രശ്നമാണ്. ഷോർട്ടേജ് ഓഫ് ക്രിട്ടിക്കൽ മെഡിക്കേഷൻസ് ആൻഡ് ഡയഗ്നോസിസ് ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ ഡിലേഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ട്രെയിനിങ് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. പിന്നെ ഇൻസഫിഷ്യൻറ്റ് ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ സർവീസസ് ഇൻ ടു NDEP. പിന്നെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൂടുന്നതനുസരിച്ച് അതിന് വേണ്ട കെയറും ഒക്കെ വരുമ്പോഴേക്കും എന്ത് പറ്റും, എക്കണോമിക് ബേർഡനാണ് ആ ഫാമിലീസിന് ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രാറ്റജീസ് ആൻഡ് റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തൻ ഹെൽത്ത് സിസ്റ്റംസ്, എൻഷുർ അഡ്വക്കേറ്റ് ഡ്രഗ് ആൻഡ് ഡയഗ്നോസിസ് സപ്ലൈ ചെയിൻസ്, train healthcare workers to improve diagnostic accuracy and awareness, enhance access and awareness, അതായത് integrate TB screening with the general healthcare services for early detection, leverage community outreach programs to educate vulnerable populations. പിന്നെ expand infrastructure, scale up molecular diagnostic tools such as CBNAT machines in rural and underserved areas. Strengthen the public-private partnership model to reach more patients. പിന്നെ address socio-economic barriers, അതായത് provide nutritional support and financial aid for families affected by tuberculosis, increase community participation to ensure ownership of TB elimination initiatives. ഓക്കെ, അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ, while challenges persist, India's commitment to ending TB by 2025 offers hope. Effective implementation of NDEP, supported by robust infrastructure, skilled healthcare personnel, and strong community involvement, can pave the way for TB elimination. Collaborative efforts must continue to address gaps in care and ensure equitable access for all. This roadmap aligns with India's broader public health goals and sustainable development objectives. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ എ ഗ്രേ ബർത്ത്ഡേ ഫോർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 75th ആനിവേഴ്സറി ഇൻ January 25, 2025. Established to ensure free, fair and independent elections, the ECI plays a critical role in upholding the democratic fabric of India. However, allegations of electoral roll manipulation അതുപോലെ തന്നെ executive interference cast a shadow over this milestone, highlighting the challenges in safeguarding the sanctity of electoral processes. ഓക്കെ, അപ്പോൾ ഇഷ്യൂസ് എന്തൊക്കെയാണ് റേസ് ചെയ്തേക്കുന്നത്? ഒന്ന്, അലിഗേഷൻസ് ഓഫ് ഇലക്ടറൽ റോൾ മാനിപ്പുലേഷൻ ആണ്. അത് മഹാരാഷ്ട്രയിലൊരു കേസാണ്. ഇൻ 2024 മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ഷൻസ്, discrepancies were observed in voter registration data. The Election Commission of India reported 9.7 crore voters aged 18 and above, while the government's Ministry of Health estimated only 9.54 crore people in this age group. Nearly 16 lakh additional voters appeared in the electoral roll beyond the estimated population. This discrepancy raises concerns about potential mass enrollment of dubious voters to influence the election outcome. ഓക്കെ, പിന്നെ എക്സിക്യൂട്ടീവ് ഇൻ്റർഫറൻസ് ഇൻ ഇലക്ടറൽ പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡോക്ടർ BR അംബേദ്കർ എംഫസൈസ് ദ നീഡ് ടു പ്രിവെൻറ്റ് എക്സിക്യൂട്ടീവ് ഇൻ്റർഫറൻസ് ഇൻ ഇലക്ടറൽ റോൾസ്, വാർണിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ടു അണ്ടർമൈൻ ഡെമോക്രസി. പിന്നെ അലിഗേഷൻസ് ഓഫ് മാസ് വോട്ടർ അഡീഷൻസ് ഇൻ മഹാരാഷ്ട്ര റിഫ്ലക്ട് ബ്രോഡർ കൺസേൺസ് ഓഫ് അൺഡ്യൂ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ദ ഇലക്ടറൽ പ്രോസസ്. പിന്നെ ഇറോഷൻ ഓഫ് electoral integrity, അതായത് concerns have been raised about the Election Commission of India's silence and lack of transparency in addressing these discrepancies. Critics argue that absence of timely clarification undermines public trust in the institution. Okay. പിന്നെ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി responsible for administering elections in India, established in 25th January 1950. അത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെക്രട്ടേറിയറ്റ് ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ട്സ് elections to ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഓഫീസസ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ്. പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി elections are conducted by the respective state election commissions provided by the കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമ്മൾക്കറിയാം, ഇതൊരു പൊളിറ്റി ന്യൂസാണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കൂടി അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 324 സൂപ്രിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എലക്ഷൻസ് വെസ്റ്റഡ് ബൈ ഇൻ ദ ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 325 prohibits exclusion from the electoral rolls based on religion,
race, caste or sex. Article 326 mandates elections based on adult suffrage, അതായത് യൂണിവേഴ്സൽ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ സിറ്റിസൺസ് ഏജ്ഡ് 18 ആൻഡ് above. പിന്നെ ആർട്ടിക്കിൾ 327 empowers parliament to legislate and on election processes. Article 328 empowers state legislatures to legislate on state level elections. Article 329 നോക്കുകയാണെങ്കിൽ bars judicial interference in electoral matters during the process. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ട്രക്ചറും കൂടി നമുക്ക് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒറിജിനലി എ സിംഗിൾ മെമ്പർ ബോഡി, ദ ഇലക്ഷൻ കമ്മീഷണർ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989 മെയ്ഡ് ഇറ്റ് എ മൾട്ടി മെമ്പർ കമ്മീഷൻ. പ്രസൻ്റ്ലി കൺസിസ്റ്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ എയ്ഡ്സ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടെന്യൂർ ഓഫ് കമ്മീഷണേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ commissioners are appointed by the President of India under the EC and other ECs under Act, the Appointment Conditions of Service and Term of Office Act 2023. Tenure എന്ന് പറയുന്നത് 6 years or until the age of 65 ആണ്, whichever is earlier. Their salary and conditions of service are equivalent to that of a Supreme Court judge. ഇതിൻ്റെ റിമൂവൽ എങ്ങനെയാണ്? The election commission case, the chief election commissioner can be removed only by a process similar to the impeachment of a Supreme Court judge. Election commission case removed only on the recommendation of the chief election commissioner. Limitations എന്ന് പറയുമ്പോൾ no prescribed qualification, legal or educational or administrative ഉള്ള qualification ഒന്നും ചോദിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷനിൽ മെമ്പർ ആകാനായിട്ട്. No fixed tenure specified for election commissioners. Retiring election commissioners can be reappointed to other government roles, raising questions of neutrality. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ റീഅപ്പോയിൻറ്റ് ചെയ്യാം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട്, അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ റെക്കമെൻഡേഷൻസ് ടു സ്ട്രെങ്തൻ ഇലക്ടറൽ ഇൻറ്റഗ്രിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആധാർ ഇൻറ്റഗ്രേഷൻ ഫോർ വോട്ടർ വെരിഫിക്കേഷൻ, അതായത് ലിങ്ക് ആധാർ ടു ഇലക്ടറൽ റോൾസ് ടു എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ബോഗസ് എൻട്രീസ്, ensure robust biometric verification processes to uphold the sanctity of voter registration. പിന്നെ enhanced transparency ആണ്. The Election Commission of India must promptly address discrepancies in voter data to maintain public trust. Regular audits and independent investigations into electoral rolls should be conducted. പിന്നെ legislative reforms എന്ന് പറയുമ്പോൾ strengthen laws to penalize manipulation of electoral rolls or interference in the functioning of the Election Commission of India. Empower the Election Commission of India to act decisively against malpractices. Public awareness and stakeholder participation. Promote voter education to ensure the electorate understands their rights and the importance of fair electoral processes. Encourage civil society organization to monitor election processes. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ഇലക്ടറൽ റോൾസ് ഇൻ ദ ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യസ് ഡെമോക്രസി. ആസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാർക്സ് 75th ആനിവേഴ്സറി, ഇറ്റ് മസ്റ്റ് റീഅഫേം ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ബൈ അഡ്രസ്സിംഗ് ദ ചാലഞ്ചസ് ഓഫ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ഇതിലെല്ലാം കീവേഡ്സ് വന്നു. ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡൻസ്. സ്ട്രെങ്തനിങ് ഇലക്ടറൽ പ്രോസസ്സസ് ഈസ് എസെൻഷ്യൽ not only for credibility of elections but also for the preservation of democratic വാല്യൂസ്. അപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി കൺക്ലൂഷനിലൊക്കെ പറയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ടേംസ് ആണ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അങ്ങനെയുള്ള കീവേഡ്സും കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കല്ല. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് ഈസ് ഫ്രാൻസ് ഇൻഫ്ലുവൻസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക ഓവർ? The West African nations like Chad, Ivory Coast and Senegal have recently requested the withdrawal of French troops from their territories, signaling a significant shift in geopolitical dynamics. This withdrawal, coupled with the rise of alternative global powers like Russia and China, reflects a decline in France's influence in the region and reshapes the broader international landscape. Okay. അപ്പോൾ കീ ഇഷ്യൂസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ഡിഡ് വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ് സീക്ക് ഫ്രഞ്ച് ട്രൂപ്പ് വിഡ്രോവൽ? നാഷണൽ സോവറിറ്റി കോൺഫ്ലിക്റ്റ് ആണ്. ഫ്രാൻസ്
military presence is seen as an incompatible with the sovereignty of these nations. Leaders from Senegal, Ivory Coast, and Chad expressed concerns about France's overreach and influence in internal politics. പിന്നെ ഫ്രാൻസ് ഫെയിലിയർ ടു അഡ്രസ് സെക്യൂരിറ്റി ചലഞ്ചസ്. അതായത് സിൻസ് 2014 ഫ്രാൻസ് ഹാവ് ബീൻ ഇൻവോൾവ് ഇൻ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് in Sahel region to combat groups like Al-Qaeda and the Islamic State. Despite its efforts, insurgent groups have continued to thrive, raising doubts about France's effectiveness. പിന്നെ ഗ്രോയിങ് ആൻറ്റി ഫ്രഞ്ച് സെൻറ്റിമെൻറ്റ്, അതായത് ഹിസ്റ്റോറിക്കൽ ടൈസ് വിത്ത് ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ് ആർ ഇൻക്രീസിംഗ്ലി വ്യൂഡ് ആസ് എ കൊളോണിയൽ വെസ്റ്റേജസ്. Okay, a rising tide of public and political resentment spurred by France's perceived inability to deliver security and economic benefits fueled the demand for troop withdrawal. Diversification of alliances. West African nations are exploring relations with new global players such as Russia and China, diversifying beyond traditional Western alliances. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഫ്രാൻസ് വിഡ്രോവൽ ആഫ്രിക്കൻ കൺട്രീസിൽ എങ്ങനെയാണ് വരുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ സോവറിറ്റിയാണ്. അതായത് എനേബിൾസ് നേഷൻസ് ടു അസേർട്ട് ദെയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫോസ്റ്റർ പാർട്ണർഷിപ്പ് വിത്ത് നോൺ വെസ്റ്റേൺ പവേഴ്സ്. സെക്യൂരിറ്റി കൺസേൺസ് എന്ന് പറയുമ്പോൾ വോയിഡ് ലെഫ്റ്റ് ബൈ ഫ്രാൻസ് could worsen instability in Sahel region already plagued by the insurgencies and military coups. പിന്നെ റൈസ് ഓഫ് ഓൾട്ടർനേറ്റീവ് പവേഴ്സ്. റഷ്യ, though its military and economic strategies has capitalized on the power vacuum, enhances its influence. ഓക്കെ, പിന്നെ ഫ്രാൻസ് ആൻഡ് യൂറോപ്പിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്ലൈൻ ഓഫ് ഫ്രാങ്ക്ഫ്രിക്, അതായത് ഫ്രാൻസ് ഡിമിനിഷിംഗ് പൊളിറ്റിക്കൽ, മിലിറ്ററി ആൻഡ് എക്കണോമിക് ഇൻഫ്ലുവൻസ് ഇൻ ആഫ്രിക്ക സിഗ്നൽസ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് പോസ്റ്റ് കൊളോണിയൽ ഡോമിനൻസ്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ റീബാലൻസിംഗ് ആണ്. യൂറോപ്സ് ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ടു പ്രസ്സിംഗ് ഇഷ്യൂസ് ലൈക്ക് ദ റഷ്യ-ഉക്രൈൻ വാർ, റെഡ്യൂസിംഗ് ഇറ്റ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ആഫ്രിക്ക. എക്കണോമിക് ഫോളോ ഔട്ട്സിൻ്റെ കേസിൽ EU's trade surplus with Africa dropped significantly, signaling waning economic ties. For Russia and China നോക്കുകയാണെങ്കിൽ Russia has filled the vacuum through military partnerships and arms deals, gaining support from African nations skeptical of Western intervention. Increased influence in natural resource-rich areas bolsters Russia's geopolitical goals. ചൈനയുടെ കേസിൽ China's investment through Belt and Road Initiative have strengthened its economic and political foothold in Africa. ഓക്കെ, ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറോഷൻ ഓഫ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ്. അതായത് യൂറോപ്പിൻ്റെ ആഫ്രിക്കയിലുള്ള പ്രസൻസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. നോൺ വെസ്റ്റേൺ പ്ലെയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇൻക്രീസ് റീജിയണൽ ഇൻസ്റ്റബിലിറ്റി ആണ്. അതായത് ആബ്സെൻസ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സസ് കുഡ് എക്സാബറേറ്റ് സെക്യൂരിറ്റി ചാലഞ്ചസ് ഇൻ ദ സഹൽ റീജിയൻ. എമർജൻസ് ഓഫ് മൾട്ടിപോളാർ അലയൻസ്, അതായത് ആഫ്രിക്കൻ നേഷൻസ് ആർ മൂവിങ് ടുവേർഡ്സ് മോർ ഡൈവേഴ്സിഫൈഡ് പാർട്ട്ണർഷിപ്സ്, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ എനി സിംഗിൾ ഗ്ലോബൽ പവർ. അപ്പോൾ നമുക്കൊരു വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഫോർ ആഫ്രിക്കയുടെ കേസിൽ ആഫ്രിക്കൻ യൂണിയൻ, അതുപോലെ തന്നെ ഇക്കോവാസ്, അതൊക്കെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് റോള്, അത് ആഫ്രിക്കയുടെ തന്നെ ഓർഗനൈസേഷൻസ് ആണ്. റീജിയണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഡൈവേഴ്സിഫൈഡ് പാർട്ണർഷിപ്പ് കൊണ്ടുവരാൻ, എൻഗേജ് വിത്ത് മൾട്ടിപ്പിൾ ഗ്ലോബൽ പ്ലേയേഴ്സ് ടു ബാലൻസ് ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വൈൽ പ്രയോറിറ്റൈസിങ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. പിന്നെ ഫ്രാൻസ് ആൻഡ് യൂറോപ്പിൻ്റെ കേസിൽ റീബിൽഡിംഗ് ട്രസ്റ്റ്, അതായത് അഡോപ്റ്റ് എ മോർ കൊളാബറേറ്റീവ് അപ്രോച്ച് ടു അഡ്രസ് ആഫ്രിക്കൻ കൺട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. പിന്നെ ഫോക്കസ് ഓൺ ഡെവലപ്മെൻറ്റ് ലീഡ്, shift from a military-centric approach to economic partnerships and infrastructure investments. ഗ്ലോബൽ പവേഴ്സ് ആയിട്ടുള്ള റഷ്യ, ചൈനയുടെ കേസിലാണെങ്കിൽ റെസ്പോൺസിബിൾ എൻഗേജ്മെൻ്റ് ആണ്. അതായത് എൻഷുർ ദാറ്റ് ദ പാർട്ണർഷിപ്പ് വിത്ത് ആഫ്രിക്കൻ നേഷൻസ് ആർ മ്യൂച്വലി ബെനിഫിഷ്യൽ ആൻഡ് റെസ്പെക്ട് ദെയർ സോവറിനിറ്റി. അപ്പോൾ അത്രയാണ് വേ ഫോർവേഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ റഷ്യ അല്ലെങ്കിൽ ചൈനാസ് ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഇൻ ആഫ്രിക്കൻ റീജിയൻ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ഓൾ ദിസ്. ഓക്കെ, ദ വിഡ്രോവൽ ഓഫ് ഫ്രഞ്ച് ട്രൂപ്സ് ഫ്രം വെസ്റ്റ് ആഫ്രിക്ക റിഫ്ലെക്ട്സ് എ pivotal moment in global geopolitics. From Africa, it offers an opportunity to redefine its sovereignty and partnerships. For France and Europe, it underscores the urgent need to adapt to shifting power dynamics. As emerging powers like Russia and China strengthen their presence, the international community must prioritize Africa's stability and development to prevent further geopolitical fragmentation.
ഓക്കെ, അതാണ് നമുക്ക് ഇപ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്ന ന്യൂസുകൾ. അധികം നമുക്ക് ഒത്തിരി വലിയ ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ന്യൂസുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ന്യൂസുകളാണ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.